Hi all, welcome to CC Bank Exams. നമ്മൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് SPCS. എന്താണ് SPCS എന്ന് പറഞ്ഞാൽ? സാഹിത്യ പ്രവർത്തക കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സംഘമാണിത് അല്ലേ. SPCS, സാഹിത്യ പ്രവർത്തക കോഓപ്പറേറ്റീവ് സൊസൈറ്റി. എല്ലാവരും ഇതിന്റെ സിമ്പിളൊക്കെ നോക്കിയേ, ഒരു ഡെക്ക് അല്ലേ, സിമ്പിൾ നോക്കിയ ഒരു ഡെക്ക് അല്ലേ. ഓക്കെ, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഡെക്കിന്റെ കാര്യവും ഈ എന്താ പറയുക ഈ SPCS, സാഹിത്യ പ്രവർത്തക കോഓപ്പറേറ്റീവ് സൊസൈറ്റി, അതിന്റെ സിമ്പിൾ എന്താണെന്നൊക്കെ നമ്മുടെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലേ. ആദ്യം തന്നെ നോക്കുക, SPCS എന്താണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്? സാഹിത്യ പ്രവർത്തക കോഓപ്പറേറ്റീവ് സൊസൈറ്റി. എന്താ മക്കളെ? സാഹിത്യ പ്രവർത്തക കോഓപ്പറേറ്റീവ് സൊസൈറ്റി. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നതാണ് ദ വൺ ആൻഡ് ഓൺലി വൺ റൈറ്റേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ്. അപ്പൊ ലോകത്തിലെ തന്നെ എന്താണ് വൺ ആൻഡ് ഓൺലി എഴുത്തുകാരുടെ സംഘം അല്ലെ, റൈറ്റേഴ്സിന്റെ സംഘം. എവിടെയാണ്? ദ വൺ ആൻഡ് ഓൺലി റൈറ്റേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദ വേൾഡ്. അപ്പൊ ലോകത്തിലെ തന്നെ എഴുത്തുകാരുടെ ഒറ്റ സംഘമുള്ളൂ, റൈറ്റേഴ്സിന് വേണ്ടി ഒറ്റ സംഘമുള്ളൂ എന്ന് ഓർത്തു. എവിടെയാണ്? കോട്ടയത്താണ് അല്ലേ, നമ്മുടെ കോട്ടയം. ഓക്കെ, അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് SPCS ഫോം ചെയ്ത വർഷം ഏതാണ് അല്ലേ. വർഷം ഏതാണ്, ദിവസം ഏതാണ്, മാസം ഏതാണ്? ഏതാണ്? 30/4/1945 SPCS ഫോം ചെയ്തത് കേട്ടോ മക്കളെ. എന്നാണ്? 30/4/1945 എന്നൊക്കെ പറഞ്ഞത് 30/4/1945 SPCS ഫോം ചെയ്തത്. ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? കോട്ടയം അല്ലേ. HQ മീൻസ് ഹെഡ് ക്വാർട്ടർ, അതിന്റെ ഷോർട്ടാണ് എഴുതിയേക്കുന്നത് കേട്ടോ. ഹെഡ് ക്വാർട്ടർ കോട്ടയത്താണെന്ന് ഓർത്ത് വെക്കുക. പിന്നെ പറയുന്ന മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ്? വൺ ആൻഡ് ഓൺലി റൈറ്റേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ്, SPCS ഫോംഡ് ഇൻ 30/4/1945, ഹെഡ് ക്വാർട്ടർ കോട്ടയമാണെന്ന് ഓർത്ത് വെക്കുക. അപ്പം ഇത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എത്ര പേര് ചേർന്നാണ് രജിസ്റ്റർ ചെയ്യുന്നത്? 12 മെമ്പേഴ്സ് ആണ് കേട്ടോ. 12 members were in SPCS at the time of its registration അല്ലെ. ഈ സംഘം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് 12 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, 12 എഴുത്തുകാരും ഉണ്ടായിരുന്നു. അടുത്ത SPCSന്റെ ഇനീഷ്യൽ ക്യാപിറ്റൽ, പ്രാരംഭ മൂലധനം എന്ന് വെറും 120 രൂപയാണ് കേട്ടോ. 1945 1945 ആലോചിക്കുക, ഇത്രയാണ് 120 രൂപയായിരുന്നു ഓർത്ത് കൊടുക്കുക. പിന്നെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് SPCS ഏത് ആക്ടിന്റെ അണ്ടറിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? ഏത് ആക്ടിന്റെ അണ്ടറിലാണെന്ന് നോക്കിയേ. SPCS വാസ് രജിസ്റ്റേർഡ് ആസ് പെർ ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1914. അപ്പൊ 1914 ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ അണ്ടറിലാണ് SPCS രജിസ്റ്റർ ചെയ്തത്. ഒന്നുകൂടെ ഓർത്ത് വെക്കുക, 12 പേര് അല്ലെ, 120 രൂപയായിരുന്നു അവർ ഇനീഷ്യൽ ക്യാപിറ്റൽ. ഇത് രജിസ്റ്റർ ചെയ്ത ആക്ട് ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914. പിന്നെ ഇവർ ഇന്ത്യ പ്രസ് സ്റ്റാർട്ട് ചെയ്തു നാട്ടകത്ത്, കോട്ടയത്തിന്റെ അടുത്തായല്ലേ, കോട്ടയത്ത് തന്നെയാണ് നാട്ടകം എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഇവരെന്താണ് ഇന്ത്യ പ്രസ് ഓർത്ത് വെക്കുക. ഇന്ത്യ പ്രസ് സ്റ്റാർട്ടഡ് ഇൻ ഏത് വർഷമാണ്? 1953 ഓർത്ത് വെക്കുക. എവിടെയാണ് മക്കളെ? നാട്ടകത്താണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇന്ത്യ പ്രസ് സ്റ്റാർട്ടഡ് ഇൻ 1953 അറ്റ് നാട്ടകം. ഓക്കെ, ഇനി പറയാണ് ഫസ്റ്റ് ബുക്ക് പബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ പ്രസ്. അപ്പൊ ഇന്ത്യ പ്രസ് അല്ലെ, ഇന്ത്യ പ്രസ്സിൽ പബ്ലിഷ് ചെയ്ത ഫസ്റ്റ് പുസ്തകം ഏതാണ്, ഫസ്റ്റ് ബുക്ക് ഏതാണ്? ഓടയിൽ നിന്ന് കേട്ടോ. ഇതാണ് ഓടയിൽ നിന്ന്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, ഓടയിൽ നിന്ന് വായിച്ചിട്ടുള്ളവരൊക്കെ ആണല്ലേ. ഓടയിൽ നിന്നാണ് കേട്ടോ ഫസ്റ്റ് ബുക്ക് പബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ പ്രസ്. അപ്പം ഇന്ത്യ പ്രസ്സിൽ ഈ പോയിന്റ് നോർത്തക്കാം കേട്ടോ. ഇന്ത്യ പ്രസ്സിൽ പബ്ലിഷ് ചെയ്ത ഫസ്റ്റ് ബുക്കാണ് ഓടയിൽ നിന്ന്. പിന്നെ ഇത് ഓർത്ത് നോക്കുക, അക്ഷരമന്ദിരം കേട്ടോ. എന്താണ്? അക്ഷരമന്ദിരം എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തത്? സിറ്റുവേറ്റഡ് അറ്റ് എറണാകുളത്താണ് കേട്ടോ. അക്ഷരമന്ദിരം എറണാകുളത്താണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഓർത്ത് നോക്കുക. അക്ഷരമന്ദിരം എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? എറണാകുളത്താണെന്ന് ഓർത്ത് നോക്കുക. ഇനി ഈ ഓൾഡ് നെയിം ഓഫ് SPCS ഒരുപാട് തവണ, ഇതിലെല്ലാ പോയിന്റ്സുകളും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഓർത്ത് നോക്കുക, ഓൾഡ് നെയിം ഓഫ് SPCSന്റെ പഴയ പേരെന്താണ്? സാഹിത്യ സഖ്യമാണ് കേട്ടോ. എന്താണ്? സാഹിത്യ സഖ്യം. ഓൾഡ് നെയിം ഓഫ് SPCS വാസ് സാഹിത്യ സഖ്യം. എന്താണ് മക്കളെ? സാഹിത്യ സഖ്യം. ഓക്കെ, ഓർത്ത് നോക്കുക, സാഹിത്യ സഖ്യം. ഇനിയും പറയുകയാണ് ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് SPCSന്റെ ഫസ്റ്റ് പ്രസിഡന്റ് MP പോൾ ആണെന്ന് ഓർത്തു. ആരാണ്? MP പോൾ. MP പോൾ ഈസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് SPCS. ഇനിയും ആരാണ് ഫസ്റ്റ് സെക്രട്ടറി? കാരൂർ നീലകണ്ഠപിള്ള അല്ലെ. കാരൂർ നീലകണ്ഠപിള്ള ഈസ് ദ ഫസ്റ്റ് സെക്രട്ടറി എന്ന് ഓർത്തു നോക്കുക കേട്ടോ. കാരൂർ നീലകണ്ഠപിള്ള ആരാണ്? ഫസ്റ്റ് സെക്രട്ടറി എന്ന് ഓർത്തു നോക്കുക. പിന്നെ NBS ചോദിച്ചിട്ടുണ്ട് കേട്ടോ. NBS ഈസ് ദ ബുക്ക് സ്റ്റോൾ ഓഫ് SPCS.
ഇപ്പൊ SPCSന്റെ ബുക്ക് സ്റ്റോൾ ആണ് NBS അല്ലെ, നാഷണൽ ബുക്ക് സ്റ്റോൾ എന്ന് അറിയപ്പെടുന്നു അല്ലെ. NBS എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഫുൾ ഫോം എന്താണ്, നാഷണൽ ബുക്ക് സ്റ്റോൾ. എന്താണ് NBS എന്ന് പറഞ്ഞാൽ? അത് SPCSന്റെ ബുക്ക് സ്റ്റോൾ ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ നേരത്തെ ഒരു ഓടയിൽ നിന്ന് എന്നുള്ള ഒരു പോയിന്റ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അത് ഓർത്തേക്കണം. ഓടയിൽ നിന്നെന്ന് പറഞ്ഞാൽ ഇന്ത്യ പ്രസ്സിൽ പബ്ലിഷ് ചെയ്ത ഫസ്റ്റ് ബുക്കാണെന്ന് ഓർത്ത് വെക്കുക. ഇനിയും പറയുന്നുണ്ട് SPCS പബ്ലിഷ് ചെയ്ത ഫസ്റ്റ് ബുക്കാണെന്ന് ചോദിക്കുന്നുണ്ടോ? ഇന്ത്യ പ്രസ്സിലെ അല്ല, SPCS പബ്ലിഷ് ചെയ്ത ഫസ്റ്റ് ബുക്കാണ് തകഴിയുടെ കഥകൾ കേട്ടോ. എന്താണ് തകഴിയുടെ കഥകൾ? ഇസ് ദ ഫസ്റ്റ് ബുക്ക് പബ്ലിഷ്ഡ് ബൈ SPCS. തകഴിയുടെ കഥകൾ ഇസ് ദ ഫസ്റ്റ് ബുക്ക് പബ്ലിഷ്ഡ് ബൈ SPCS. ഇപ്പൊ SPCS പബ്ലിഷ് ചെയ്ത ഫസ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്? തകഴിയുടെ കഥകൾ. ഇന്ത്യ പ്രസ്സിലെ ആണെങ്കിലും ഇന്ത്യ പ്രസ്സിൽ പബ്ലിഷ് ചെയ്ത ഫസ്റ്റ് ബുക്ക് ഏതാണ്? അത് ഓടയിൽ നിന്ന്. രണ്ടും മനസ്സിലാക്കി പഠിക്കുക. ഇനി ഡെക് ഇസ് ദ സിമ്പൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. SPCSന്റെ സിമ്പൽ എന്താണ്? ഡെക് ആണ്. ഡെക് ഇസ് ദ സിമ്പൽ ഓഫ് SPCS. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു അല്ലെ. ഓക്കെ, ഇതുണ്ടോ ഡെക്? നോക്കിയേ, ഡെക് അല്ലെ. ഡെക് എന്ന് പറയുന്നത് എന്താണ്? ഈസ് ദ സിമ്പൽ ഓഫ് SPCS എന്ന് ഓർത്ത് നോക്കുക കേട്ടോ. ഡെക് ഈസ് ദ സിമ്പൽ ഓഫ് SPCS. പിന്നെ പറയാണ് NBS ബുള്ളറ്റിൻ ഇസ് ദ മന്ത്ലി പബ്ലിക്കേഷൻ ഓഫ് SPCS. അപ്പം SPCSന്റെ മന്ത്ലി പബ്ലിക്കേഷൻ അല്ലെ, മന്ത്ലി പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? NBS ബുള്ളറ്റ്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും NBS ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, SPCS ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ NBS ബുള്ളറ്റിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ദ മന്ത്ലി പബ്ലിക്കേഷൻ ഓഫ് SPCS. പിന്നെ അക്ഷര മന്ദിരം ഇസ് ദ ബിൽഡിംഗ് ഓഫ് SPCS. ഇപ്പൊ SPCSന്റെ ഒരു ബിൽഡിംഗ് ആണ് അക്ഷര മന്ദിരം എന്ന് ഓർത്ത് നോക്കുക കേട്ടോ. അക്ഷര മന്ദിരം ഇസ് ദ ബിൽഡിംഗ് ഓഫ് SPCS എന്ന് ഓർത്ത് നോക്കുക. അക്ഷര മന്ദിരം എന്ന് പറഞ്ഞാൽ എന്താണ്? SPCSന്റെ ഒരു ബിൽഡിംഗ് ആണ്. ഇനി പഠിക്കാൻ പോകുന്നത് അക്ഷര പുരസ്കാരമാണ്. ഇതെല്ലാം ചോദിച്ചിട്ടുള്ള കേട്ടോ. എന്താണ് അക്ഷര പുരസ്കാരം? എന്താണ് അക്ഷര പുരസ്കാരം? പുരസ്കാരം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി അവാർഡാണ് അല്ലെ. ഓർത്ത് നോക്കുക, അക്ഷര പുരസ്കാരം ഇസ് ദ അവാർഡ് ഗീവൺ ബൈ SPCS. SPCS നൽകുന്ന അവാർഡാണ് അക്ഷര പുരസ്കാരം. ഇത് എത്ര നാൾ കൂടുമ്പോഴാണ് നോക്കിയേ? വൺസ് ഇൻ എവറി 20 മന്ത് കേട്ടോ. എന്താണ്? ഓരോ 20 മാസത്തിനാണ് കൊടുക്കുക. ഓരോ 20 മാസം കൂടുന്തോറുമാണ് ഇവർ എന്താ പറയുക അക്ഷര പുരസ്കാരം എന്ന് പറയുന്ന അവാർഡ് നൽകുക. ഓർത്ത് നോക്കുക, ഇതിന്റെ അവാർഡ് തുക എത്രയാണെന്ന് ചോദിച്ചാൽ അല്ലെ, പുരസ്കാര തുക എത്രയാണ്? 1,25,000 കേട്ടോ. എത്രയാണ്? 1,25,000 ആണ് എന്തെന്ന് പറയുക ഈ അവാർഡ് തുക എന്ന് ഓർത്ത് നോക്കുക. 2010 മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഇത് നൽകാൻ സ്റ്റാർട്ട് ചെയ്തത് മുതലാണ് 2010 മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഓർക്കുക, അക്ഷര മന്ദിരം പഠിച്ചു, അക്ഷര പുരസ്കാരം പഠിച്ചു. അക്ഷര പുരസ്കാരം എന്ന് പറയുന്നത് SPCS നൽകുന്ന ഒരു അവാർഡാണെന്ന് ഓർത്ത് നോക്കുക. ഓരോ 20 മാസം കൂടുമ്പോഴും, ഒരു വർഷമല്ല, ഓരോ 20 മാസം കൂടുമ്പോഴാണ് ഈ അവാർഡ് നൽകുന്നത്. അതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 1,25,000 രൂപയായിരിക്കും. 2010 മുതലാണ് ഇത് കൊടുക്കാൻ തുടങ്ങിയത് കേട്ടോ. പിന്നെ പറയുന്നത് കൃതി ഫെസ്റ്റ് കേട്ടോ. കൃതി ഫെസ്റ്റ് SPCSുമായിട്ട് അസോസിയേറ്റഡ് ആണ് കേട്ടോ. കൃതി ഫെസ്റ്റ്. ഓക്കെ, കൃതി ഫെസ്റ്റ് എന്താണ്? SPCSുമായിട്ട് അസോസിയേറ്റഡ് ആണെന്ന് ഓർത്ത് നോക്കുക. നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഒറ്റ മിനിറ്റ് കൊണ്ട് ഒന്ന് ഓടിച്ചു നോക്കാം. ആദ്യം പറയുകയാണ് SPCSന്റെ ഫുൾ ഫോം എന്താണ്? സാഹിത്യ പ്രവർത്തക കോഓപ്പറേറ്റീവ് സൊസൈറ്റി. പിന്നെ പറഞ്ഞു ലോകത്തിലെ അല്ലേ ദ വൺ ആൻഡ് ഓൺലി റൈറ്റേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ്. പിന്നെ ഫോം ചെയ്തത് എത്ര? 30/4/1945. അതിന്റെ ഹെഡ് ക്വാർട്ടർ കോട്ടയമാണെന്ന് ഓർത്ത് നോക്കുക. പിന്നെ 12 മെമ്പേഴ്സ് ചേർന്ന് സ്റ്റാർട്ട് ചെയ്ത 12 റൈറ്റേഴ്സ് ചേർന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇവരുടെ പ്രാരംഭ മൂലധനം എന്ന് പറയുന്നത് 120 രൂപയാണ്. ഏത് ആക്ടിന്റെ അണ്ടറിലാണ് രജിസ്റ്റർ ചെയ്തെന്ന് ചോദിച്ചാൽ ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1914 അണ്ടറിലാണ് രജിസ്റ്റർ ചെയ്തത്. പിന്നെ ഇന്ത്യ പ്രസ് അല്ലെ ആര് സ്റ്റാർട്ട് ചെയ്തതാണ്? SPCS സ്റ്റാർട്ട് ചെയ്തതാണ്. 1953 സ്റ്റാർട്ട് ചെയ്തു. കോട്ടയത്തിനടുത്തുള്ള നാട്ടകം അല്ലെ, നാട്ടകം എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് ഓർത്ത് നോക്കുക. പിന്നെ ഫസ്റ്റ് ബുക്ക് പബ്ലിഷ് ഇൻ ഇന്ത്യ പ്രസ്. ഇപ്പൊ ഇന്ത്യ പ്രസ്സിൽ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത ബുക്കിന്റെ പേരാണ് ഓടയിൽ നിന്നെന്ന് ഓർത്ത് പോകുക. അക്ഷര മന്ദിരം അല്ലെ, അതെവിടെയാണ്? എറണാകുളത്താണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് അക്ഷര മന്ദിരം. അക്ഷര പുരസ്കാരം നമ്മൾ പഠിച്ചതാണ്. പിന്നെ പറയുന്നുണ്ട് അതിന്റെ പഴയ പേരെന്തായിരുന്നു? സാഹിത്യ സഖ്യം. സംഘമല്ല, സാഹിത്യ സഖ്യം എന്ന് ഓർത്ത് വെക്കുക. പിന്നെ MB പോൾ ഇസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് SPCS എന്ന് ഓർത്ത് വെക്കുക. SPCSന്റെ ആദ്യത്തെ പ്രസിഡന്റ് MB പോൾ ആണ്. പിന്നെ ഫസ്റ്റ് സെക്രട്ടറി ആരാണ്? കാരൂർ നീലകണ്ഠ പിള്ളയാണ് ഫസ്റ്റ് സെക്രട്ടറി എന്ന് ഓർത്ത് വെക്കുക. NBS ബുക്ക് സ്റ്റാൾ അല്ലെ, അതായത് നാഷണൽ ബുക്ക് സ്റ്റാൾ ഇസ് ദ ബുക്ക് സ്റ്റാൾ ഓഫ് SPCS. ഇപ്പൊ SPCSന്റെ ബുക്ക് സ്റ്റാളാണ് NBS അഥവാ നാഷണൽ ബുക്ക് സ്റ്റാൾ എന്ന് ഓർത്ത് വെക്കുക. തകഴിയുടെ കഥകളാണ് എന്താണ്? SPCS പബ്ലിഷ് ചെയ്ത ഫസ്റ്റ് ബുക്ക് ഓർത്ത് വെക്കുക കേട്ടോ. തകഴിയുടെ കഥകൾ. അപ്പൊ 2 പോയിന്റ് മനസ്സിലാക്കണം. ഓടയിൽ നിന്ന് അത് ഇന്ത്യ പ്രസ്സിൽ നിന്ന് പബ്ലിഷ് ചെയ്തതാണ് ഫസ്റ്റ് ബുക്കാണ്. പിന്നെ SPCS പബ്ലിഷ് ചെയ്ത ഫസ്റ്റ് ബുക്കാണ് തകഴിയുടെ കഥകൾ. പിന്നെ സിമ്പൽ ഓഫ് SPCS ഡെക്കാണ്. MBS ബുള്ളറ്റിൻ എന്ന് പറയുന്നത് എന്താണ്? SPCSന്റെ മന്ത്ലി പബ്ലിക്കേഷൻ ആണ്. അക്ഷര മന്ദിരം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു.
ഇനി പറയാനുള്ളത് അക്ഷര പുരസ്കാരം അല്ലേ, അതായത് SPCC നൽകുന്ന അവാർഡാണ്. ഓരോ 20 മാസം കൂടുമ്പോഴാണ് ഈ അവാർഡ് നൽകുന്നത്. പിന്നെ ഇവരുടെ എമൗണ്ട്, ഈ പുരസ്കാരത്തിന് നൽകുന്ന എമൗണ്ട് 1,25,000 രൂപയാണ്. 2019 ഈ അവാർഡ് നൽകാൻ തുടങ്ങിയത്. പിന്നെ കൃതി ഫെസ്റ്റ് SPCSുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണെന്ന് ഓർത്ത് നോക്കുക. ഓക്കെ ഓക്കെ അപ്പം നമുക്കറിയാം അല്ലേ, അടുത്ത പുതിയ നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് വരുന്നതാണ് അല്ലേ. ഓക്കെ, എന്നാണ് മെയ് 15 പുതിയ നോട്ടിഫിക്കേഷൻ വരികയാണ്. അപ്പം നമുക്കറിയാം നമ്മൾ എത്രത്തോളം നേരത്തെ പഠിച്ചു തുടങ്ങാൻ പറ്റുമോ അത്രത്തോളം നേരത്തെ പഠിച്ചു, കാരണം ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ് അല്ലേ, കോമ്പറ്റേറ്റീവ് എക്സാമാണ്. നമുക്ക് ഒരേ സമയം തന്നെ എന്താണ് ഹാർഡ് വർക്ക്, അതിൻ്റെ ഒപ്പം തന്നെ സ്മാർട്ട് വർക്കും വേണം അല്ലേ. ചുമ്മാ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം നമുക്ക് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ത് ചെയ്യുക സക്സസ് ആയിട്ട് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഹാർഡ് വർക്കും വേണം, അതിനോടൊപ്പം തന്നെ നമുക്ക് സ്മാർട്ട് വർക്കും വേണം. അപ്പോൾ എത്രത്തോളം നന്നായിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുക, എത്രത്തോളം നന്നായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കുക, ഇതൊക്കെയായിരിക്കും നമ്മുടെ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. ഓക്കെ, ഇപ്പം നമ്മൾ എന്താണ് പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ എന്താണ് മെയ് 15 വരുന്ന നോട്ടിഫിക്കേഷൻ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ലൈവ് ക്ലാസ്സുകളുണ്ട്. പിന്നെ മോഡൽ എക്സാംസ്, നമുക്കറിയാം നമ്മൾ എത്രത്തോളം പഠിച്ചാലും എക്സാംസുകൾ അറ്റൻഡ് ചെയ്തിട്ട് പരിചിതമാണ് അല്ലേ. ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട മോഡൽ എക്സാംസുകൾ, പിന്നെ എന്താണ് സാധാരണ നമ്മുടെ സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം, ക്വറി ഹാൻഡ്ലിംഗ്, ഡെയിലി വർക്കൗട്ട്സ് തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ ബാച്ച് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ബോർഡ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമുക്കെന്താണ് ഒരുമിച്ച് പഠിച്ച് മുന്നേറാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക, ഇത്രയും കാര്യങ്ങളുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ എന്താണ് നമ്മളൊരു ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ മെയ് 19 വേണ്ടിയുള്ള എക്സാമിന് കേട്ടോ, മെയ് 19 വേണ്ടിയുള്ള എക്സാമിന് വേണ്ടി നമ്മളൊരു ബൂസ്റ്റർ ബാച്ച് 10 ദിവസം കേട്ടോ, 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ബാച്ച് ആയിരിക്കും. ഒരു ദിവസം 2 മണിക്കൂർ വീതം, ഒരു ദിവസം 2 മണിക്കൂർ വീതം, അങ്ങനെ ടോട്ടൽ എത്രയാണ് 20 മണിക്കൂർ. 20 മണിക്കൂറിലേക്കാണ് ഈ ക്ലാസ് വരിക. പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് നമ്മുടെ എല്ലാ സബ്ജക്റ്റും ക്ലാസ്സുകളുണ്ടാവാം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് അല്ലെ, ക്വസ്റ്റ്യൻ പേപ്പർ പ്രോപ്പറായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ഫൈനൽ ടച്ച് ആയിട്ടാണ് ഈ ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഏത് പരീക്ഷയാണെങ്കിലും അവസാന ഘട്ടത്തിലുള്ള ആ ഒരു എന്താ പറയുക ഒരു റിവിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളമായി, പഠിച്ച പോയിന്റ്സുകളൊക്കെ ഒന്നുകൂടെ റീകളക്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ബേസ് ചെയ്താണ് നമ്മൾ എന്താണ് ഈ ബൂസ്റ്റർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഓർത്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്താണ് ജോയിൻ ചെയ്യുക കേട്ടോ. നമ്മുടെ ബോർഡ് നമ്പർ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ സെയിൽസ് ടീം അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർ കാര്യങ്ങളെല്ലാം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കെന്താണ് പുതിയൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പോൾ എന്താണ് എല്ലാവർക്കും താങ്ക് യു.